ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ വയനാട് ജില്ലയിലെ അമ്പലവയലിലുള്ള മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. ഒരുപാട് വർഷങ്ങളായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് ഇത്. പുരാതനമായ ഒരുപാട് സാധനങ്ങൾ, കൽവെട്ടുകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു മ്യൂസിയം അല്ല, കാഴ്ചയിൽ ഉള്ളിലും കുറഞ്ഞ കാഴ്ചകൾ മാത്രമേ ഉള്ളത്. പുറംഭാഗം നോക്കുമ്പോഴും ബാക്ക് സൈഡിലേക്ക് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം ചെറിയൊരു മ്യൂസിയം തന്നെയാണ് ഇത്. എന്നാലും ഒരുപാട് പഴക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഒന്ന് കാണാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അതിൻ്റെ എൻട്രി തന്നെ ടിക്കറ്റ് എടുക്കാൻ അവിടെ കൗണ്ടറിൽ ഒരാളുണ്ടാകും. പുള്ളിൻ്റെ അടുത്ത് നിന്ന് പോയി ടിക്കറ്റ് എടുക്കുക. വലിയ ആളുകൾക്കൊരു പ്രൈസും കുട്ടികൾക്ക് ഒരു പ്രൈസുമാണ് ഇവിടെ ടിക്കറ്റിൻ്റെത്. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി എൻട്രി തന്നെ ഒരു നിശബ്ദമായൊരു സ്ഥലം. കയറുമ്പോൾ തന്നെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ഒരു സൈലൻ്റായ ഉൾഭാഗം. ആളുകളും കുറവാണ്. ആളുകൾ തന്നെ തീരെയില്ല മ്യൂസിയത്തിലേക്ക് വിസിറ്റിങ് ചെയ്യാൻ. ചിലപ്പം സീസണൊക്കെ വരുമ്പോൾ വരുമായിരിക്കാം, പക്ഷേ ഈ സമയത്ത് ആളുകൾ വളരെ കുറവാണ്. എൻട്രി തന്നെ ഭയങ്കരമായിട്ടുണ്ട്, ഒച്ചയൊന്നുമില്ലാതെ ആകെപ്പാടൊരു സൈലൻ്റ്. പോയി ആദ്യത്തെ റൂമിലെ കാഴ്ചകളാണ് ഇത്. ഇവിടെ കണ്ടിരുന്നത് പിന്നെ മാക്സിമം ഈ മീനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന മുള കൊണ്ടുണ്ടാക്കിയ ഓരോ ഉപകരണങ്ങൾ, പാത്രങ്ങൾ, കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അധികം ഈ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കൊട്ടകൾ അതൊക്കെയാണ് ഇതിൽ കാണുന്നത് അധികം. ഒരുപാട് പഴയകാലത്ത് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ പിടിച്ചിരുന്നത്. അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ്, ഓരോ റൂമിൽ ഓരോ സാധനങ്ങൾ വെച്ചിട്ടാണുള്ളത്. ഈ വേറൊരു ഭാഗത്തുള്ളത് അമ്പും വില്ല്, അതുപോലത്തെ വടികൾ, കത്തികൾ, അങ്ങനത്തെ ഒക്കെ ഒരു ആയുധങ്ങളുടെയൊക്കെ ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഗ്ലാസ്സിൽ നല്ല സേഫ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തൊടുമ്പോഴേക്കന്നെ കംപ്ലൈൻ്റ് ആവുമായിരിക്കും. കാരണം ഒരുപാട് പഴക്കമുള്ളത് കൊണ്ട് കുട്ടികളൊക്കെ വന്നാൽ ചിലപ്പം ടച്ച് ചെയ്തിട്ടും അതൊക്കെ ചിലപ്പം ഇതിനെ ഒരു ബാധിക്കും. അതായിരിക്കും ഗ്ലാസ്സിലൊക്കെ വെച്ച് നല്ല സേഫാക്കി വെച്ചിട്ടുണ്ട്. അമ്പ്, വില്ല്, കത്തികൾ, അതുപോലെ പാത്രങ്ങൾ, മരപ്പാത്രങ്ങൾ, കയ്യിലുകൾ. പിന്നെ വന്നിട്ട് വേറൊരു ഭാഗത്തുള്ളതാണ് മാലകളുണ്ട്. മാലകളിൽ ഒരുപാട് അവർ ഉപയോഗിച്ചിരുന്ന മാലയാണ്. അതിൻ്റെ താഴെ ഭാഗത്ത് കോയിനുണ്ട്, 50 പൈസൻ്റെ ഒരു കോയിന് തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പാത്രങ്ങൾ, അതുപോലെ കല്ലിൽ കുത്തിവെച്ച ഓരോ ശില്പങ്ങൾ. എങ്ങനെയായിരിക്കും ഇതൊക്കെ ആ സമയത്ത് അവർ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ടാകുക, എന്തായിരിക്കും ആയുധം. പിന്നെ വന്നിട്ട് കുത്തിവെച്ചിട്ടുള്ള പേരുകൾ, ലിപികൾ. അതുപോലെ തന്നെ ചെറിയ മ്യൂസിയം ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ പഴമയിലേക്ക് പോകുന്നൊരു ഫീലാണ്. കാരണം ഒന്നാമത് ഒരു ഒറ്റയ്ക്ക് ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും, ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ വന്നിട്ട് അതിൻ്റെ ഫീല് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും.